നമസ്കാരം. LDC നെട്ടോട്ടം PYQ സീരീസിന്റെ 4-മത്തെ അധ്യായമാണിത്. അപ്പോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതിനു മുന്നിലുള്ള 3 വീഡിയോയും കാണുക. നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 4 വീഡിയോകളും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒരു രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിനെ പറ്റി മുൻകാലങ്ങളിൽ PSC ചോദിച്ച ചോദ്യമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക. അതുപോലെ തന്നെ മുൻ വീഡിയോകളും മുഴുവൻ കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏതെന്നാണ്. അത് മുംബൈ ഹൈ ആണ്. മുംബൈ ഹൈ ആണ് ഏറ്റവും വലിയ പെട്രോളിയം ഖനി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്ന് ചോദിച്ചാൽ അത് ഗോദാവരി നദിയാണ്. ഉപദ്വീപീയ നദികളുടെ കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ദക്ഷിണേന്ത്യയിലെയാണ്, സൗത്ത് ഇന്ത്യയിലെയാണ് ചോദിക്കുന്നത്. അത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ്. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കൈഗ ആണവോർജ നിലയമാണ് കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമി വിഭാഗത്തെയാണ് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നത്. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഡക്കാൺ പീഠഭൂമിയാണ്. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമിയാണ് ഡക്കാൺ പീഠഭൂമി. അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ് അമരാവതി. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ 4 നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന സൂപ്പർ ഹൈവേ ആണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കാറാക്കോറം ആണ്. കാറാക്കോറം റേഞ്ചിലാണ് മൗണ്ട് K2 ഉള്ളത്. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം മുംബൈ ആണ്. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം മുംബൈ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അത് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. അപ്പോൾ അത് തെറ്റാണ്. താരതമ്യേന വീതി കുറവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും തെറ്റാണ്. ഡെൽറ്റകൾ കാണപ്പെടുന്നു, അത് ശരിയാണ്. സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു, അതും ശരിയാണ്. അപ്പോൾ 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി കറക്റ്റ് ആൻസർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് K2 ആണ്. ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കണ്ടെത്തേണ്ടത്. ആനമുടിയാണ് ശരിയായ ഉത്തരം. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാമ്പാർ തടാകമാണ് ശുദ്ധജല തടാകം അല്ലാത്തത്. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ നദിയിലാണ് സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാൾ, വെസ്റ്റ് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്നത്. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. പൊതുമേഖലയിലെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്ത പ്രദേശം. ഡിഗ്ബോയിലാണ് ആദ്യമായി ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ചെയ്തത്. ഇന്ത്യയിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. മാച്ച് ദ ഫോളോവിങ് ആണ്. കിഴക്ക് എന്താണ് വരുന്നത്? കിഴക്ക് ബംഗാൾ ഉൾക്കടലാണ്. പടിഞ്ഞാറോ അറബിക്കടലാണ്. കിഴക്ക് ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് അറബിക്കടലും തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവും വടക്ക് ഹിമാലയ പർവ്വതവും ചേർന്നതാണ് ഇന്ത്യയുടെ അതിർത്തി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുമ്പോൾ വരുന്ന ഉത്തരം. ഇന്ത്യയുടെ ഭക്ഷ്യകലവറ എന്നറിയപ്പെടുന്നത് സമതലങ്ങളാണ്.
ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്ന് അറിയപ്പെടുന്നത് സമതലങ്ങളാണെന്ന് ഓർത്തുവെക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമിയാണ്. ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്നത്. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു. അതും ശരിയാണ്. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. അതും ശരിയാണ്. ഖൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ അത് തെറ്റാണ്. ഖൈബർ ചുരം പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഡി മാത്രമാണ് ഇവിടെ ശരിയല്ലാത്തത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് ബ്രസീലാണ്. ഈ തന്ന ഓപ്ഷനിൽ ഇന്ത്യയേക്കാൾ വിസ്തീർണം കൂടിയ രാജ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ ആണ്. ഏത് സംസ്ഥാനത്തിന്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ഉത്തരാഖണ്ഡിന്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം. സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡാഷ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആ ബ്ലാങ്കിൽ വരുന്ന ഉത്തരം ഹൈവേ എന്നാണ്. സുവർണ ചതുഷ്കോണം ഹൈവേ ആണ്. ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ എന്നതാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആനയാണ്. ഇന്ത്യയിലെ ചില ദേശീയ ജലപാതകളാണിവ. ഇവയിൽ NW1 ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ NW1 എന്നുള്ളത് അലഹബാദ് മുതൽ ഹാൽദിയ വരെയാണ് ഉള്ളത്. അതുപോലെ സാദിയ ദുബ്രി വരെയുള്ളത് 2ആണ്. NW2 ആണ്. കൊല്ലം കോട്ടപ്പുറം 3ഉം പുതുച്ചേരി കാക്കിനഡ 4ഉം. അതേ ഓർഡറിൽ തന്നെയാണ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ചോദ്യം NW1 ഏതെന്നാണ്. അപ്പോൾ അലഹബാദ് മുതൽ ഹാൽദിയ വരെയുള്ളതാണ്. താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൂർക്കേല ഇരുമ്പുരുക്ക് ശാലയാണ്. റൂർക്കേലയാണ് ജർമ്മനിയുടെ സഹായത്താൽ രൂപീകരിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല. കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സാദിയ മുതൽ ദുബ്രി വരെയാണ്. മുൻ ചോദ്യം ഇതേ തന്നെയായിരുന്നു. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെ? ഹൈദരാബാദിലാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം. നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന മേഖലകൾ താഴെ തന്നിരിക്കുന്നു. ഏതൊക്കെയാണ്? ഒഡീഷ സുന്ദർഗഡ്, കർണാടകം നീലഗിരി, തമിഴ്നാട് സേലം, ജാർഖണ്ഡ് സിംഗ് ബം. അപ്പോ ഈ 4 തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതെന്നാണ് ചോദ്യം. നമുക്കറിയാം കർണാടകത്തിലുള്ളത് ബെല്ലേരി, ചിക്കമാംഗളൂർ, ഷിമോഗ, ചിത്രദുർഗ എന്നിവയൊക്കെയാണ്. അപ്പൊ ഇതിൽ നീലഗിരി എന്ന് തന്നത് തെറ്റായിട്ടുള്ള ജോഡിയാണ്. അപ്പോൾ 2 മാത്രമാണ് തെറ്റായ ജോഡി. പെൻഗംഗ, തുംഗഭദ്ര, ദാമോദർ, തീസ്ത ഇന്ത്യയിലെ ചില നദികളാണിവ. ഇതിൽ ഗോദാവരിയുടെ പോഷക നദി ഏതെന്നാണ് ചോദ്യം. ഗോദാവരിയുടെ പോഷക നദി പെൻഗംഗയാണ്. 1ാമത്തേതാണ്. ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തുറമുഖാധിഷ്ഠിത ഉരുക്കുശാലയാണ് ചോദിച്ചിരിക്കുന്നത്. അത് വിശാഖപട്ടണമാണ്. ഹിമാചൽ പ്രദേശ്, ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഷിപ്കീല ചുരം. ഇന്ത്യയിൽ ചെമ്പിന്റെ പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവയാണ്. ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം കണ്ടെത്തുക എന്നതാണ് ചോദ്യം. രേഖാംശ സ്ഥാനമാണ് 68°7' കിഴക്ക് മുതൽ 97°25' കിഴക്ക് വരെയാണ് രേഖാംശ സ്ഥാനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹിമാലയൻ നദികളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? സിന്ധു ഒരു ഹിമാലയൻ നദിയാണ്. ഗംഗ ഒരു ഹിമാലയൻ നദിയാണ്. ബ്രഹ്മപുത്ര ഒരു ഹിമാലയൻ നദിയാണ്. നർമ്മദ അല്ല. അപ്പോൾ 1, 2, 3 ഹിമാലയൻ നദികൾ. ഹിമാലയൻ നദികൾ 1, 2, 3 അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. താഴെ തന്നിട്ടുള്ളവയിൽ
നിന്നും കർണാടകയിൽ 31ാമതായി ഈയടുത്ത് നിലവിൽ വന്ന ജില്ല ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിജയനഗര എന്ന ജില്ലയാണ് 31ാമതായി നിലവിൽ വന്ന ജില്ല. വൈവിധ്യമാർന്ന സവിശേഷതകളാൽ സമ്പന്നമാണ് ഉപദ്വീപീയ പീഠഭൂമി. ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് യോജിച്ച വസ്തുത തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോ ഈ പ്രസ്താവനകളിൽ നിന്ന് ഉപദ്വീപീയ പീഠഭൂമിയുമായി യോജിക്കുന്ന പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശം. ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ്. മഹാനദി, ഗോദാവരി എന്നീ നദികളുടെ ഉത്ഭവ പ്രദേശവും ഉപദ്വീപീയ പീഠഭൂമിയാണ്. കറക്റ്റ് ആണ്. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നു. അതും ശരിയാണ്. ധാതുക്കൾ ഒരുപാട് കാണുന്നുണ്ട്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് തെറ്റാണ്. ഇന്ത്യയുടെ ധാന്യപ്പുര ഉത്തര മഹാസമതലമാണ്. അപ്പോ 1, 2, 3 ഇവിടെ ശരിയായിട്ടുള്ള വസ്തുതകൾ. ട്രാൻസ് ഹിമാലയ പർവ്വതനിരയിൽ വരുന്നതും ഇന്ത്യയിൽ ഉൾപ്പെടുന്നതുമായ ഒരു കൊടുമുടി ചുവടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തി എഴുതണം. അതിൽ വരുന്നത് ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. താഴെ പറയുന്ന 4 പ്രസ്താവനകളിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക എന്നതാണ് ചോദ്യം. ഇന്ത്യയിലെ ദേശീയപാതകൾ, സംസ്ഥാന ഹൈവേകൾ എന്നിവയുടെ നിർമ്മാണ ചുമതല സംസ്ഥാന സർക്കാരുകൾക്കാണെന്നാണ് പറയുന്നത്. എന്നാൽ ദേശീയപാതകളുടെ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ്. സെൻട്രൽ ഗവൺമെന്റിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രസ്താവന തെറ്റാണ്. ഇന്ത്യയിലെ ആകെ റോഡ് ദൈർഘ്യത്തിന്റെ 80% ഗ്രാമീണ റോഡുകളാണെന്നാണ് രണ്ടാമത്തെ പ്രസ്താവന. ഇത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് റോഡ് ഗതാഗതം എന്നാണ് പറയുന്നത്. എന്നാൽ അത് തെറ്റാണ്. റോഡ് ഗതാഗതത്തെക്കാൾ ചെലവ് കുറഞ്ഞ വേറെ മാർഗങ്ങളുണ്ട്. ചതുഷ്കോണ സൂപ്പർ ഹൈവേകളുടെ നിർമ്മാണ ചുമതല നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണെന്നാണ് പറയുന്നത്. അത് കറക്റ്റ് ആണ്. ശരിയായ പ്രസ്താവന 2ഉം 4ഉമാണ്. സുന്ദരവനം ഡെൽറ്റ പ്രദേശം ഉൾപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് കണ്ടെത്തുക എന്നതാണ് പറയുന്നത്. സുന്ദർബൻസ് ഉൾപ്പെടുന്നത് പശ്ചിമ ബംഗാളിലാണ്, വെസ്റ്റ് ബംഗാളിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് ഭൂവിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നതാണ് ചോദ്യം. താർ മരുഭൂമിയിലാണ് ജയ്സാൽമീർ ഉൾപ്പെടുന്നത്. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കാലയളവ് എപ്പോൾ എന്നാണ് ചോദിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ആ ഒരു കാലഘട്ടം. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണെന്ന് ഓർത്തുവെക്കുക. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞന്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണെന്നാണ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മേധ പട്കർ ആണ്. ജുമ്മിങ് കൃഷിരീതി ചെയ്തുവരുന്ന മോൻപ, മിസ്മി, നാഗ, ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അരുണാചൽ ഹിമാലയത്തിലാണ് ഈ ഒരു ജുമ്മിങ് കൃഷിരീതി ചെയ്തുവരുന്ന ഗിരിവർഗക്കാരെ കാണാറുള്ളത്. ഇന്ത്യയിലെ ജോഷിമഠ് അടുത്ത കാലത്ത് വളരെ വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലമാണ്. ഏത് സംസ്ഥാനത്തിലാണ് ഇത് സ്ഥിതി ചെയ്തിരിക്കുന്നത് എന്നതാണ് ചോദ്യം. അപ്പൊ ഈ ജോഷിമഠ് എന്നുള്ളൊരു സ്ഥലത്ത് ഹിമാലയത്തിന്റെ താഴ്വരകളിൽ പെടുന്ന ഒരു ഭാഗം തന്നെയാണ് ജോഷിമഠ്. അപ്പോ ഈ ഒരു പ്രദേശത്ത് ഭൂമിയിൽ വിള്ളലുകൾ കണ്ടെത്തുകയും വീടുകളിലെല്ലാം ചുമരുകൾ വിണ്ടുകീറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. അപ്പോ തുടർച്ചയായിട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ, പല സ്ഥലങ്ങളിലും കാണാൻ തുടങ്ങിയപ്പോൾ പലരും ഇതിനെപ്പറ്റി പഠനങ്ങൾ നടത്തി. അപ്പോ ഇത് കോമൺ ആയിട്ട് ഈ ഒരു ഭൂമിക്ക് അടിയിൽ ഉണ്ടാവുന്ന ഭൂപാളികളുടെ നീക്കം കൊണ്ടാണെന്ന് കണ്ടെത്തുകയും അങ്ങനെയാണ് ഈ ഒരു പ്രദേശം വാർത്താ പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രദേശമായിട്ട് മാറിയത്. അപ്പോ അത് ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തുവെക്കുക. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരാത്തത് തിരിച്ചറിയുക എന്നതാണ് ചോദ്യം. ചേരാത്തതാണ് തിരിച്ചറിയേണ്ടത്. ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു ജോഡിയാണ്. ദുർഗാപൂർ ബ്രിട്ടനും കറക്റ്റ് ആയിട്ടുള്ള ഒരു ജോഡിയാണ്. ബിലായ് ജപ്പാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബിലായ് ഏതാണ്? റഷ്യ ആണെന്ന് ഓർത്തുവെക്കുക. അപ്പോ ഈ ഒരു ജോഡി ഇവിടെ തെറ്റാണ്. റൂർക്കേല ജർമ്മനി എന്നുള്ളതും ശരിയാണ്. അപ്പൊ തെറ്റായിട്ടുള്ളത് ചേരാത്ത ജോഡിയാണ് നമുക്ക് തിരിച്ചറിയേണ്ടത്. ബിലായ് ആണ് കറക്റ്റ്. അതായത് ബിലായ് ആണ് തെറ്റായിട്ടുള്ള ജോഡി. അപ്പൊ നമുക്ക് 3ആണ് തെറ്റായിട്ടുള്ള ജോഡിയായിട്ട് വരുന്നത്. സി കറക്റ്റ് ആൻസർ ആണ്. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം.
ഹിമാലയ മടക്കുപർവ്വതം ശരിയാണ്. വിദ്യാസാത്പുര അവശിഷ്ട പർവ്വതം എന്നാണ് നൽകിയിരിക്കുന്നത്. ഗണ്ഡപർവ്വതമാണ്. അത് കാരണം അത് തെറ്റാണ്. ആരവല്ലി ഗണ്ഡപർവ്വതം നൽകിയിട്ടുണ്ടെങ്കിലും അത് അവശിഷ്ട പർവ്വതമാണ്. അത് കാരണം അതും തെറ്റാണ്. ബാരൻ ദ്വീപ് അഗ്നിപർവ്വതം ശരിയാണ്. അപ്പൊ 1ഉം 4ഉം ശരിയാണ്. ബി കറക്റ്റ് ആൻസർ. ശരിയായ ജോഡി കണ്ടെത്തുക. പോങ്ഡാം ചമ്പൽ എന്നാണ് തന്നിരിക്കുന്നത്. പോങ്ഡാം ബിയാസ് ആണ്. ബിയാസ് നദിക്ക് കുറുകെയാണ് പോങ് ഡാം പണിതിരിക്കുന്നത്. മേട്ടൂർ ഡാം കാവേരി ശരിയാണ്. തെഹരി ഡാം ഭാഗീരഥി നദി ശരിയാണ്. ജവഹർ സാഗർ ഡാം ചമ്പൽ നദിക്ക് കുറുകെയാണ്. എന്നാൽ ഇവിടെ ബിയാസ് എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ 2ഉം 3ഉമാണ് ഇവിടെ ശരിയായ ജോഡി. ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് 1ലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് 2ലും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തി ഉത്തരം നൽകുക എന്നതാണ് ചോദ്യം. മയൂർഭഞ്ചിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ധാതു ഏതാണ്? ഇരുമ്പാണ്. അപ്പോ 1 ഡി ആണ്. കോലാറില് സ്വർണമാണ്. 2 സി ആണ്. ഇപ്പൊ നമുക്ക് 2എണ്ണം ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് സിയും ഡിയും ആണ് ഈ ഒരു ഇതിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് റാണിഗഞ്ചിൽ ഏതാണ് ഏറ്റവും കൂടുതൽ കാണുന്നതെന്ന് ചോദിച്ചാല് അത് കൽക്കരിയാണ്. കൽക്കരിയാണ് കാണുന്നത്. അപ്പോ 3 എ ആണ്. പിന്നെ ബാക്കി ഒന്നല്ലേ ഉള്ളൂ. മലഞ്ച്ഗണ്ട്. മലഞ്ച്ഗണ്ടിൽ ഏതാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്? അത് ചെമ്പാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് വരുന്നത് സിയിലാണ്. സി ആണ് കറക്റ്റ് ഉത്തരം. ഉപ്പുജല തടാകമായ സാമ്പാർ തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നാണ് ചോദ്യം. അപ്പൊ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ രാജസ്ഥാനിലാണ് സാമ്പാർ തടാകം സ്ഥിതി ചെയ്തിരിക്കുന്നത്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഗംഗാ നദീ വ്യവസ്ഥയിൽ ഉൾപ്പെടാത്തതേതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ബൈതർണിയാണ് ഗംഗാ നദീ വ്യവസ്ഥയിൽ പെടാത്തത്. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏതെന്ന് ചോദിച്ചാൽ അത് നീലഗിരിയാണ്. നീലഗിരിയാണെന്ന് ഓർത്തു വെക്കുക. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ എവിടെ എന്നതാണ് ചോദ്യം. എവിടെയായിരിക്കും? ഓൾറെഡി നമുക്കതിൽ വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ പശ്ചിമ ബംഗാൾ എന്നുള്ളൊരു സൂചന തന്നുകൊണ്ട് തന്നെ കണ്ടൽ വനങ്ങളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ? കണ്ടൽ വനങ്ങളാണ്. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? നർമ്മദയാണ്. നർമ്മദയാണ് ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇന്ത്യയിലെ ഏക നദി. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? ഗംഗയും ബ്രഹ്മപുത്രയും നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ട ഡെൽറ്റ പ്രദേശമാണ് സുന്ദരവനം ഡെൽറ്റ. ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? അത് ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡ് ആണ് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായി നിലനിൽക്കുന്ന കേന്ദ്ര ഭരണ പ്രദേശം. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാനക രേഖാംശമാണ് 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ് ആണ്. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? അക്ഷാംശ രേഖയാണ്. 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത് ആണ്. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏകദേശം അളവ് 30 ഡിഗ്രിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് എന്ന് ചോദിച്ചാൽ അത് സത്ലജ് നദിയിലാണെന്നാണ് ഉത്തരം. ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ് എന്നതാണ് ചോദ്യം. ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെന്നാണ് നമ്മൾ ഇതിൽ ചോദ്യത്തിൽ കണ്ടെത്തേണ്ടത്. അപ്പൊ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ആദ്യത്തെ പ്രസ്താവന ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. ശരിയാണ്. ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നത് ഗ്രാമീണ റോഡുകളാണ്. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ശരിയാണല്ലേ? പഞ്ചായത്ത് റോഡ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതന്നെയാണ്. അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും നിർവഹിക്കുന്നത്. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഇത് ഏത് റോഡാണ്? സംസ്ഥാന
റോഡുകളാണ് അല്ലേ? അതായത് സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് സംസ്ഥാന റോഡുകളാണ്. അപ്പോൾ ഇത് ഗ്രാമീണ റോഡുകളുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ബന്ധമുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1ഉം 2ഉമാണ്. ഏതു വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? 1986-ലാണ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. അരുണാചൽ പ്രദേശ് ആണ് ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. അതിന്റെ തലസ്ഥാനം ഇറ്റാനഗർ ആണ്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് നദിയാണ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് ലഡാക്ക്, സസ്കാർ എന്നീ മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്നത്? ഏത് നദിയാണത്? സിന്ധു നദിയാണ് അല്ലേ? സിന്ധു നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ജാറിയ അല്ലേ? ജാറിയ ജാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏറ്റവും വലുത് ഏതാണ്? പരുത്തിത്തുണി വ്യവസായമാണ്. പരുത്തിത്തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏതാണ്? ജോഗ് ഫാൾസ് അല്ലേ? ജോഗ് ഫാൾസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജെറ്റ് ടെർമിനൽ സ്ഥാപിതമായത്. ബിസിനസ് ജെറ്റ് ടെർമിനൽ ആണ്. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി ഏതാണ്? തെന്മല ഇക്കോ ടൂറിസം. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം വയനാടാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശം. കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ് കുനോ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? അത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിൽ നീളം കൂടിയ നദി. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം മുംബൈയാണ്. കോട്ടോണോപോളിസ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത ഏതാണ്? ദേശീയ ജലപാത 3 NW3. താരാപൂർ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയിലാണ് താരാപൂർ ആണവോർജ നിലയം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. ഞാൻ അതിനെ മലയാളത്തിലാക്കിയിട്ട് പറയാം. ഏത് മെട്രോ സ്റ്റേഷനിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവരുടേതായിട്ട് സ്വന്തമായിട്ട് ഒരു FM റേഡിയോ സ്റ്റേഷൻ നിലവിൽ വരുന്നത്? ഏത് മെട്രോ സ്റ്റേഷനാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വന്തമായ ഒരു FM റേഡിയോ സ്റ്റേഷൻ നിലവിൽ വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ലക്നൗ മെട്രോ സ്റ്റേഷൻ ആണ്. ഏത് മെട്രോ സ്റ്റേഷൻ? ലക്നൗ മെട്രോ സ്റ്റേഷൻ ആണ്. ബ്രഹ്മപുത്ര നദിയെ ടിബറ്റിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് അടുത്ത ചോദ്യം. ബ്രഹ്മപുത്ര നദിയെ ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ എന്ന പേരിലാണെന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തത് ഗംഗാ നദിയുമായി ചുവടെ നൽകിയിട്ടുള്ളതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്നാണ് കണ്ടെത്തേണ്ടത്. അതിൽ ആദ്യത്തെ പ്രസ്താവനയിൽ പറയുന്നത് 2500 കിലോമീറ്റർ ആണ് ഗംഗയുടെ നീളം എന്നാണ് പറയുന്നത്. അത് കറക്റ്റ് ആണ്. ഇനി ഇതിനെ ബംഗ്ലാദേശിൽ വിളിക്കുന്ന പേര് പത്മ എന്നതാണ് പറയുന്നത്. അതായത് ഗംഗാ നദിയെ ബംഗ്ലാദേശിൽ വിളിക്കുന്ന പേര് പത്മ എന്നാണ് പറയുന്നത്. അതും ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഗോമുഖ് ഗുഹയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതായത് ഗോമുഖ് ഗുഹയിൽ നിന്നാണ് ഗംഗോത്രി ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് പറയുന്നത്. അതും കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു മുകളിൽ പറഞ്ഞ 3 കാര്യങ്ങളും ശരിയായത് കൊണ്ട് തന്നെ ഓൾ ഓഫ് ദി എബോവ് എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. ഇന്നത്തെ ഈ ഒരു അധ്യായം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കോമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോയുമായി കാണാം.